ഞായറാഴ്ചയായിട്ട് ഇച്ചിരി ഭക്തിയാകാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പൊന്നൂസും അമ്പല ദർശനത്തിന് അങ്ങ് ഇറങ്ങി. ആദ്യം പോയത് നമ്മുടെ എരുവക്കണ്ണൻ്റെ അടുത്തേക്കാണ്, രണ്ടാമത് പോയത് നമ്മുടെ ചിട്ടൂളങ്ങര അമ്പലത്തിലും, മൂന്നാമത് പോയത് കണ്ടിയൂരപ്പൻ്റെ അടുത്തേക്കാണ്. അതിനുശേഷം അപ്പൂപ്പൻ്റെ സുഖമില്ലാതിരിക്കുകയല്ലേ, ഒന്ന് കാണാമെന്ന് വിചാരിച്ച് അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോയി. ഞങ്ങൾ വരുമെന്നുള്ള ധാരണ എന്തായാലും രണ്ടുപേർക്കും ഇല്ലായിരുന്നു. പൊന്നൂസിനെ കണ്ടത് അപ്പൂപ്പന് വലിയ ഹാപ്പിയായി. ഇവര് രണ്ടും കഴിഞ്ഞ് ആദ്യം തപ്പിപ്പോന്ന മാമിയെ. മാമിയെ എന്താ പരിപാടി? അച്ഛനല്ലോ. പൊന്നൂസിന് മണം നന്നായി അങ്ങ് ബോധിച്ചു. അടുക്കളയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുക നമ്മുടെ പിങ്കിയും പിള്ളേരും. രണ്ട് കുഞ്ഞുങ്ങളെയും കാണാൻ എന്താ ഒരു ക്യൂട്ട്. പൊന്നൂസ് വാരിയെടുത്ത്. ഇവരെ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. പൂച്ചയാണേലും പട്ടിയാണേലും എനിക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ എന്തോ ഒരു ധൈര്യം സംഭരിച്ച് ഞാനും എടുത്ത് കുറേ നേരം എൻ്റെ മടിയിലിരുന്ന് അതുങ്ങൾ ഉറങ്ങുകയും ചെയ്ത്. പൂച്ചയെ സ്നേഹിച്ചു കഴിഞ്ഞ് പൊന്നൂസ് പിന്നെ പശുവിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് തീറ്റ കൊടുക്കാൻ. കുറച്ച് പഴയകാല ഓർമ്മകൾ അയവിറക്കാമെന്ന് പറഞ്ഞ് ഞാൻ പൊന്നൂസിനെ വിളിച്ചുകൊണ്ട് അമ്മൂമ്മയുടെ വീടിനടുത്തുള്ള മലയിലോട്ട് പോയി. മലയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പൊക്കത്തിലൊന്നും മലയൊന്നുമില്ല, പക്ഷേ അവിടെ നിറച്ചിപ്പം റബ്ബർ തോട്ടം പോലെയാണ്. പൊന്നൂസിന് അതൊക്കെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇത്രയും കാടാണോ അമ്മ റബ്ബറും തോട്ടം എന്നൊക്കെ പറഞ്ഞതെന്ന്. എന്തോ ഇതൊക്കെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞങ്ങള് എന്തുവായിരുന്നു പറങ്ങാണ്ടി പറിക്കുന്നു. പറങ്ങാണ്ടി അപ്പുറത്ത് അയ്യത്ത് പോയി ഞങ്ങൾ ആദ്യം ഞാൻ ഓടും പിന്നെ അവൻ ഓടും എന്നൊക്കെ പറയത്തില്ലായിരുന്നു, അവിടെ ആയിരുന്നു. നമ്മൾ ഏകദേശം ഒരു നടുക്കെത്തിയിട്ടുണ്ട് കാടിന്റെ. ഒന്നും മനസ്സിലാവുന്നില്ല. കാട്ടിലെ കുറേ കാട്ടുകായും പറിച്ചുകൊണ്ട് എന്തുവായാലും കാട്ടിൽ നിന്ന് ഇറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു. തിരിച്ചു ചെല്ലാന്നേരം നമ്മുടെ അമ്മണിപ്പശു ചോദിച്ചു നിങ്ങളൊക്കെ എവിടെ പോയേക്കുമായിരുന്നു. തിരിച്ചു വന്ന് അങ്ങനെ നമ്മുടെ മറ്റേമ്മയുടെ സ്പെഷ്യൽ തീയലും മീൻ കൂട്ടാനും തോരനും ഒക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചു. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണേ.